നാവ് കൊണ്ടുള്ള ദിക്റാണോ ഹൃദയം കൊണ്ട് മാത്രമുള്ള ദിക്റാണോ കൂടുതൽ ഉത്തമം? ഉത്തരം: ഹൃദയവും നാവും കൊണ്ടുള്ള ദിക്റാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഹൃദയം മാത്രം ഉപയോഗിച്ചുള്ള ദിക്ർ ദൈവസ്മരണ ഹൃദയത്തിൽ വരുത്തുന്നു എന്ന നിലക്ക് പ്രതിഫലാർഹം തന്നെയാണ്. ഹൃദയം കൊണ്ട് ഖുർആൻ ഓതിയാൽ കൂലി ലഭിക്കുമോ? ഉത്തരം: നാവുകൊണ്ട് ഓതുമ്പോഴുള്ള കൂലി അതിന് ലഭിക്കുകയില്ല. മാത്രമല്ല, ഖുർആൻ ഓതാൻ നേർച്ചയാക്കിയാൽ നാവുകൊണ്ട് ഓതിയാൽ മാത്രമേ നേർച്ച വിടുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്? ഉത്തരം: 6236. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏത്? ഉത്തരം: ആയത്തുൽ കുർസി. ഖുർആൻ ഓതലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലലാണോ കൂടുതൽ ഉത്തമം? ഉത്തരം: ഖുർആൻ പാരായണമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. പിന്നെ രണ്ടാം സ്ഥാനത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. എന്താണ് സൂറത്ത് യാസീനിൻ്റെ പ്രത്യേകത? ഉത്തരം: ആരെങ്കിലും സൂറത്ത് യാസീൻ ഓതിയാൽ ഖുർആൻ മുഴുവനും 10 പ്രാവശ്യം ഓതിയ പ്രതിഫലം അള്ളാഹു അവന് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. നോക്കി ഓതലാണ് കാണാതെ ഓതുന്നതിലും ഉത്തമം എന്ന് കേൾക്കുന്നു. ഇത് ശരിയാണോ? ഉത്തരം: ശരിയാണ്. കാരണം കാണാതെ ഓതുമ്പോൾ നാവ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. എന്നാൽ നോക്കി ഓതുമ്പോൾ കണ്ണുകളും നാവും പ്രവർത്തിക്കുന്നുണ്ട്. എപ്പോൾ പാരായണം ചെയ്താലാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക? ഉത്തരം: നിസ്കാരത്തിൽ. കാരണം അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ നിസ്കാരത്തിൽ ഓതുമ്പോൾ ഓരോ അക്ഷരത്തിനും 100 കൂലിയും, ഇരുന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ 50 കൂലിയും, നിസ്കാരത്തിന് പുറത്ത് ഉളുവോട് കൂടിയാണെങ്കിൽ 25 കൂലിയും, ഉളു ഇല്ലാതെയാണെങ്കിൽ 10 കൂലിയുമാണ് ലഭിക്കുക. ബിസ്മി ഖുർആനിൽപ്പെട്ടതാണ്. അപ്പോൾ വലിയ അശുദ്ധിയുള്ളവർക്ക് തിന്നുമ്പോൾ ബിസ്മി ചൊല്ലാമോ? ഉത്തരം: ചൊല്ലാം. ദിക്ർ എന്ന് കരുതിക്കൊണ്ട് ഖുർആനിലെ ഏത് ആയത്തും ഏത് അശുദ്ധിക്കാർക്കും ചൊല്ലാം. സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോഴും സുബ്ഹാനല്ലദീ എന്ന് തുടങ്ങുന്ന യാത്രയിലെ ദുആ ചൊല്ലേണ്ടതുണ്ടോ? ഉത്തരം: ഉണ്ട്. മറിയം ബീവിയുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ഉത്തരം: റളിയല്ലാഹു അൻഹാ അലൈഹസ്സലാം എന്ന് ചൊല്ലാൻ പറ്റുമോ? ഉത്തരം: മറിയം ബീവി നബിയല്ല, എങ്കിലും അങ്ങനെ ചൊല്ലാവുന്നതാണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നവൻ ചൊല്ലേണ്ട ദുആ എന്താണ്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തനിക്ക് ബാധിച്ച ദുരിതമോർത്ത് നിങ്ങളിൽ ഒരാളും മരിക്കാൻ ആഗ്രഹിക്കരുത്. തീരെ നിവൃത്തിയില്ലെങ്കിൽ അവൻ ഇങ്ങനെ ദുആ ചെയ്യണം: അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തുൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി മാ കാനത്തുൽ വഫാത്തു ഖൈറൻ ലി. അർത്ഥം: അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ എനിക്ക് നീ ജീവിതം നൽകണമേ. മരണമാണ് നല്ലതെങ്കിൽ നീ എനിക്ക് മരണം നൽകണമേ. അന്ത്യനാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്ത് നിൽക്കുക ആരായിരിക്കും? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവൻ. തള്ളപ്പെടാത്ത 3 പ്രാർത്ഥനകൾ ഏതാണ്? ഉത്തരം: 1. ദ്രോഹിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന. 2. യാത്രക്കാരൻ്റെ പ്രാർത്ഥന. 3. മക്കൾക്ക് വേണ്ടി പിതാവിൻ്റെ പ്രാർത്ഥന. യാത്രയിൽ കയറ്റം കയറുമ്പോൾ എന്തു ചൊല്ലണം? ഉത്തരം: അല്ലാഹു അക്ബർ. ഇറക്കം ഇറങ്ങുമ്പോഴോ? ഉത്തരം: സുബ്ഹാനല്ലാഹ്. തിന്നുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് മാത്രം ചൊല്ലിയാൽ ബിസ്മി ചൊല്ലിയ കൂലി ലഭിക്കുമോ? ഉത്തരം: ലഭിക്കും. ഇത് ഏറ്റവും ചുരുങ്ങിയ ബിസ്മിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് പൂർണ്ണമായ പ്രതിഫലാർഹമായ ബിസ്മി.